യുവ നേതാക്കളും ഒട്ടേറെ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരുമുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലെ കോൺഗ്രസ്. കോൺഗ്രസ്സിലുള്ള പോലെ ഒരു യുവ നേതൃത്വം, യുവാക്കളുടെ ഒരു കൂട്ടായ്മ മറ്റൊരു പാർട്ടിയിൽ വേറെ കാണുമെന്ന് പോലും തോന്നുന്നില്ല. അത്രത്തോളം ശക്തമാണ് കോൺഗ്രസ്സിലെ യുവനിര. അത്ര ശക്തരായ യുവനിര നിലനിൽക്കുമ്പോഴും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളൊരു നേതാവിന് നേരെ ഉയർന്ന ഇത്ര ആരോപണങ്ങൾ, അവയ്ക്ക് ശക്തമായിട്ടൊരു മറുപടി കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോയാൽ അത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 പരാജയങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽപ്പാണ്. കേരള ജനത ആഗ്രഹിക്കുന്നു കേരളത്തിൽ അടുത്ത ഭരണം കോൺഗ്രസ് ആവട്ടെ, കോൺഗ്രസ് അടുത്ത ഭരണത്തിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേർ, അത് രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് പേർ കേരളത്തിലുണ്ട്. അവരാഗ്രഹിക്കുന്ന ഒരു ഭരണം, ഒരു നല്ല കോൺഗ്രസ് ഭരണം കേരളത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കണ്ട് മുമ്പ് സരിതാ വിഷയമാണ് കോൺഗ്രസിനെ താഴെത്തട്ടിലേക്ക് വൻ പരാജയത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ ഇപ്പോൾ ഈ യുവ നേതാവിന് നേരെ ഉണ്ടായ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. തുടർന്ന് ഇനി വേറെ വല്ല നേതാവിനെതിരെയും ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമോ എന്ന് കണ്ടറിഞ്ഞ് തന്നെ കാണണം. എന്തായാലും പ്രതിപക്ഷമൊക്കെ മറ്റ് പാർട്ടികളൊക്കെ മറ്റ് എതിർ പാർട്ടികളൊക്കെ ഈ കാര്യത്തിൽ വളരെ ശക്തരാണ്. എങ്ങനെ കോൺഗ്രസിനെ തകർക്കാം, എങ്ങനെ കോൺഗ്രസിനെ ഇല്ലാതാക്കാം എന്ന് തീരുമാനിക്കുന്ന പാർട്ടികൾക്ക് വീണ് കിട്ടിയ നല്ലൊരു തുറുപ്പുചീട്ടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യുവ നേതാവിനെതിരെ ഉണ്ടായ ആരോപണങ്ങളെല്ലാം. അത് മുൻകൂട്ടി കണ്ട് ശക്തമായ പ്രതിരോധം തീർക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയാൽ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2 പ്രാവശ്യവും കോൺഗ്രസ് ഉണ്ടായ പരാജയത്തേക്കാൾ ദയനീയമായൊരു പരാജയത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കും. അതിന് ശക്തമായൊരു മറുപടി കൊടുക്കാൻ കോൺഗ്രസിന് കഴിയണം. കോൺഗ്രസിൻ്റെ യുവനിര തീർച്ചയായും ഉയർത്തെഴുന്നേൽക്കേണ്ട കാലം കഴിഞ്ഞു. ഒരു ശക്തമായൊരു യുവ നേതൃത്വം കോൺഗ്രസിനുണ്ടെങ്കിൽ കൂടിയും അവരൊന്നും ഈ കാര്യത്തിൽ ഒരു പ്രതികരണം പോലും നടത്താൻ തയ്യാറാകുന്നില്ല. ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസിനെ തന്നെ വലിയൊരു പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. വരുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇപ്പോൾ തന്നെ പല എംപിമാരും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുമ്പോൾ അതിനെതിരെ ഒരു ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോയാൽ അത് കോൺഗ്രസിൽ വലിയ ഒരു പൊട്ടിത്തെറിക്ക് തന്നെ കാരണമാകും. അതിനെ ചെറുക്കാൻ കോൺഗ്രസിന് കഴിയുക തന്നെ വേണം.